Hi everyone, this is Dr. Ashwin from Advanced Grow Hair and Glow Skin Clinic. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ്. ഈ മൈക്രോ നീഡ്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് നീഡിൽ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ്, സോ വേദന എടുക്കുമോ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഇതാണ് നമ്മൾ മൈക്രോ നീഡ്ലിംഗിൽ ഉപയോഗിക്കുന്ന കാട്രിഡ്ജ്. ഈ കാട്രിഡ്ജിനകത്തുള്ള നീഡിൽസ് ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും വന്നും പോയിക്കൊണ്ടിരിക്കും. ഇത് എവിടെയാണോ ഏത് ബോഡി പാർട്ടിലാണോ നമ്മളിത് ചെയ്യുന്നത് ആ ഏരിയയിൽ പങ്ക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബോഡി തന്നെ ആ പങ്ക്ചേഴ്സ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഏരിയയിലേക്ക് കൊളാജനും അതുപോലെ ഇലാസ്റ്റിനും വിടും. അപ്പോൾ ഈ ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് അവിടെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും. അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ആവും, ഓപ്പൺ പോർസ് ഒക്കെ ചെറുതായി വരും, മിനിമൈസ് ആവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആക്നെ സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് നന്നായിട്ട് കുറയും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൈക്രോ നീഡ്ലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വേദന ഉണ്ടാവും എന്നുള്ളൊരു തോട്ട് വരാം. അപ്പോൾ ഇത് വേദന ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളി നമ്പിങ് ഇട്ടിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു മുഖത്താണ് ചെയ്യുന്നതെങ്കിൽ ആ ഏരിയ മൊത്തം നമ്പ് ചെയ്ത് അവിടെ ഒന്നും അറിയാത്ത രീതിയിലാക്കിയിട്ട് ആയിരിക്കും മൈക്രോ നീഡ്ലിംഗ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ ഒരു വളരെ കുറഞ്ഞ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലുള്ള റിസൾട്ടും അതിൻ്റെ പോലെ തന്നെ പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ദ റൈറ്റ് പ്ലേസ് ഈസ് അഡ്വാൻസ് ഗ്രോ ഹെയർ ആൻഡ് ഗ്ലോ സ്കിൻ ക്ലിനിക്.